ഇന്റർനാഷണൽ തിയറീസ് ഓഫ് ട്രേഡിലെ ന്യൂ തിയറിയിൽ ഉൾപ്പെടുന്ന ഒരു തിയറിയാണ് പോയിസണേഴ്സ് ഇമിറ്റേഷൻ ഗ്യാപ്പ് ഓർ ടെക്നോളജിക്കൽ ഗ്യാപ്പ് തിയറി. ക്ലാസിക്കൽ ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് ആയിട്ടുള്ള ആബ്സലൂട്ട് അഡ്വാൻറ്റേജ്, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, ഹെക്സറോണിയൻ തിയറി എന്നിവയിലൊക്കെ പറയുന്നത് ടെക്നോളജി കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെങ്കിൽ നോ ചേഞ്ചസ് ആയിരിക്കും പറയുന്നത്. ഈ ഒരു കൺസെപ്റ്റിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് പോയിസണർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന തിയറിയാണ്. 1961 MV പോയിസണർ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു, ടെക്നിക്കൽ ചേഞ്ച് ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് എന്ന പേരിൽ. ഈ ആർട്ടിക്കിൾ ടെക്നോളജി എങ്ങനെയാണ് ഇന്റർനാഷണൽ ട്രേഡിനെ ഇഫക്ട് ചെയ്യുന്നതെന്നാണ് വിശദീകരിക്കുന്നത്. ടെക്നോളജിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇത് ഇന്റർനാഷണൽ ട്രേഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ടെക്നോളജിക്കൽ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ തരത്തിലുള്ള എന്തെങ്കിലും മെഷീനറീസോ അല്ലെങ്കിൽ നൂതനമായിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഓഫ് ഫോം ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരു രാജ്യത്തുണ്ടാകുന്ന ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഇന്റർനാഷണൽ ട്രേഡിലാകുമ്പോഴത്തേക്കും മറ്റൊരു രാജ്യത്തിന്റെ ഇമിറ്റേഷൻ ഗ്യാപ്പിലേക്കോ അല്ലെങ്കിൽ ഡിമാൻഡ് ഗ്യാപ്പിലേക്കോ നയിക്കുന്നു. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഇമിറ്റേഷൻ ഗ്യാപ്പും ഡിമാൻഡ് ലാഗും തമ്മിലുള്ള നെറ്റ് ഇഫക്റ്റ് ആണ്. അസംഷൻസ് ഓഫ് പോയിസണേഴ്സ് തിയറി. Two countries, similar factor endowment in both. Demand conditions are similar in both. Pre-trade factor prices ratios are similar in both. Technology differ in both countries. ടെക്നോളജി മാത്രമേ ഡിഫർ ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം സെയിം ആണ്. ഒരു ഫേം ഒരു പുതിയ ഇന്നോവേഷൻ കൊണ്ടുവരികയും അത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കൂടുതൽ പ്രോഫിറ്റബിൾ ആകുകയും ചെയ്താൽ അവർക്കൊരു മൊണോപോളി പവർ ലഭിക്കും. കൂടാതെ ഈ ഉൽപ്പന്നം ഫോറിൻ മാർക്കറ്റിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യുകയും അന്നേരം ഒരു ആബ്സലൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാകും. ആബ്സലൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന പ്രൊഡക്റ്റിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുകയും അത് എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. ഈ ഒരു ഇന്നോവേഷൻ ഫോറിൻ കൺട്രിയിൽ സക്സസ് ആണെങ്കിൽ അവർ ഈ ഇന്നോവേഷനെ ഇമിറ്റേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഫോറിൻ കൺട്രി ഈ ഒരു ഇന്നോവേഷനെ പറ്റി ലേൺ ചെയ്യുന്നത് വരെ ഡൊമസ്റ്റിക് കൺട്രിക്ക് ഈ പ്രൊഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ഇവിടെ ഒരു കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആണ് ഉണ്ടാകുന്നത്. അതിനുശേഷം ഫോറിൻ കൺട്രി ഈ ഇന്നോവേഷനെ പറ്റി ലേൺ ചെയ്യുകയും അവരുടെ എക്യുപ്മെൻറ്റ്സും പ്ലാൻസും പ്രൊഡക്ഷൻ പ്രോസസ്സും എല്ലാം മാറ്റുകയും ചെയ്യുന്നു. ഇതിനെയാണ് ഇമിറ്റേഷൻ ലാഗ് എന്ന് പറയുന്നത്. ഇമിറ്റേഷൻ ലാഗിന് 3 കമ്പോണൻസ് ആണുള്ളത്. ഫോറിൻ റിയാക്ഷൻ ലാഗ്, ഒരു കൺട്രിയിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ ഇന്നോവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട്. അതിനെയാണ് ഫോറിൻ റിയാക്ഷൻ ലാഗ് എന്ന് പറയുന്നത്. ഡൊമസ്റ്റിക് റിയാക്ഷൻ ലാഗ്, മറ്റ് ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ഇത് ക്യാച്ച് ചെയ്യാൻ എടുക്കുന്ന ഒരു ടൈം പീരീഡ് ആണ്. ലേണിംഗ് പീരീഡ് ലാഗ്, ഡൊമസ്റ്റിക് പ്രൊഡ്യൂസേഴ്സ് ഇതിനെപ്പറ്റി ഒന്ന് ലേൺ ചെയ്യാൻ എടുക്കുന്ന കാലതാമസമാണിത്. 2 കൺട്രീസ് ആണുള്ളത്. എക്സ് ആക്സിസ് ടൈം പീരീഡും വൈ ആക്സിസിൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും ആണ് കാണിച്ചിരിക്കുന്നത്. എ എന്ന കൺട്രി T1 പോയിന്റിൽ ഒരു ഇന്നോവേഷൻ നടത്തുകയും അത് T1B എന്ന പോയിന്റ് വരെ കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു. T3 ലെവൽ വരെ അത് അവർ മാക്സിമം കയറ്റുമതി ചെയ്യുന്നുണ്ട്. T1 മുതൽ T3 വരെയുള്ള ടൈം പീരീഡ് ആണ് ഡിമാൻഡ് ലാഗ്. T3 ടൈം പീരീഡിൽ ബിയിലെ പ്രൊഡ്യൂസേഴ്സ് ഈ ഇന്നോവേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുക. അന്നേരം അവിടെ കയറ്റുമതി കുറയും. എ എക്സ്പോർട്ട് കുറയ്ക്കുകയും T4 ടൈം പീരീഡിൽ സപ്ലൈ നിർത്തുകയും ചെയ്യും. T3 മുതൽ T4 വരെയുള്ള ഭാഗമാണ് ഇമിറ്റേഷൻ ലാഗ്. ഈ ഒരു ഇമിറ്റേഷൻ ലാഗ് എന്ന് പറയുന്നത് ഡിമാൻഡ് ലാഗിനേക്കാൾ ചെറുതാണ്. T5 ടൈം പീരീഡിൽ എക്സ്പോർട്ട് പൂർണ്ണമായിട്ട് കുറയുകയും എ എക്സ്പോർട്ട് നിർത്തുകയും ചെയ്യും. ക്രിറ്റിസിസം ഓഫ് പോയിസണേഴ്സ് തിയറി. എങ്ങനെയാണ് എ ഒരു ഇന്നോവേഷൻ ജനറേറ്റ് ചെയ്യുന്നതെന്നൊന്നും പറയുന്നില്ല. എന്താണ് ഇവിടെ കോമ്പറ്റീറ്റീവ് പാറ്റേൺ ഒന്നും പറയുന്നില്ല.